വളരെ ഐശ്വര്യപൂർണമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ പള്ളിപ്പുറം. പള്ളിപ്പുറം എന്ന പേരിൽ കേരളത്തിൽ അനേകം നാടുകളുണ്ട്. എറണാകുളം ജില്ലയിലുള്ള പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വൈപ്പിങ്കരയുടെ അറ്റത്ത് കിടക്കുന്ന ഈ പള്ളിപ്പുറം. ഞങ്ങളുടെ എല്ലാം ഒരു നോട്ടത്തിൽ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഒരു കവാടം, വൈപ്പിങ്കരയിലേക്കുള്ള ഐശ്വര്യത്തിൻ്റെ ഒരു കവാടമാണ് ഈ പള്ളിപ്പുറം. കലയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാം ഒരു വിളനിലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മുടെ പഞ്ചായത്ത് ഈ കഴിഞ്ഞ 5 വർഷമായി വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഏറ്റവും ഐശ്വര്യപൂർണമായ ചെറായി ബീച്ച്, മുസിരിസ് സുവർണ്ണതീരം, അതുപോലെ തന്നെ മുനമ്പം ഹാർബർ, ഫിഷിംഗ് മത്സ്യബന്ധന തുറമുഖം, സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരകം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നല്ല ഒരിടമാണ്. അതുപോലെ ചരിത്രമുറങ്ങുന്ന നാടാണ്. മറ്റ് പള്ളിപ്പുറങ്ങൾക്ക് അത്രയും പ്രാധാന്യം ഇല്ലാത്തത് ആ ചരിത്ര വസ്തുതകൾ കുറഞ്ഞതുകൊണ്ടാണ്. ഇത് ചരിത്രമുറങ്ങുന്നൊരു നാടാണ്. പോർട്ടുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം കടന്നു വന്ന ഒരിടമാണ്. അപ്പോൾ അവരുടെ എല്ലാ സാന്നിധ്യം അവർ കേരളത്തിൽ വന്ന് വളരെ വൈകാതെ തന്നെ ഈ പള്ളിപ്പുറത്ത് എത്തിയെന്നതാണ് സത്യം. 1503 അവരിവിടെ കോട്ട കെട്ടി. ഇതൊരു ചരിത്ര സത്യമാണ്, അല്ലാതെ ഒരു കെട്ടുകഥയൊന്നുമല്ല. 1503 ഈ പള്ളിപ്പുറത്ത് അയക്കോട്ട എന്ന പേരിലുള്ള ഒരു മന്ദിരം, ഒരു കെട്ടിടം പണി തീർത്തു. അത് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന യൂറോപ്യൻ സ്മാരകങ്ങളിൽ ഒന്നാണിത്. ബാക്കിയെല്ലാം നശിച്ചുപോയി. പക്ഷേ ഇതിങ്ങനെ ഒരു കെടാവിളക്ക് പോലെ ഞങ്ങളുടെ പള്ളിപ്പുറം കോട്ട അങ്ങനെ നിലകൊള്ളുകയാണ്. ആ കാലത്ത് തന്നെയാണ് പള്ളിപ്പുറം പള്ളി, അതിനോടടുത്ത് 1507 പള്ളിപ്പുറം പള്ളി ഉണ്ടാകുന്നത്. ആ കാലത്ത് തന്നെ ഇവിടെ കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല പള്ളിപ്പുറത്തായിരുന്നു. ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എല്ലാവിധ ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾ. ഇപ്പോൾ കോവിലകത്തുംകടവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. വളരെ പ്രാചീനമായ ക്ഷേത്രമാണ്. സന്താനഗോപാലം കഥ മുഴുവൻ ശില്പ ഭംഗിയോടുകൂടി അതിൻ്റെ മച്ച് ചെയ്തിരിക്കുന്നത് സന്താനഗോപാലം കഥയാണ്. ആർക്കറിഞ്ഞുകൂടാ, അവിടെ ചെന്ന് കാണേണ്ട കാഴ്ചയാണ്. അത് സൂക്ഷിക്കാത്തത് കൊണ്ടൊക്കെ ഇത്തിരി മോശമായിട്ടുണ്ടെങ്കിലും ആ സന്താനഗോപാലം കഥ അതിവിശിഷ്ടമായ രീതിയിൽ മനോഹരമായ കൊത്തുപണിയായി അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രമുണ്ട്. ഇപ്പുറം തന്നെ മസ്ജിദുണ്ട്, മുസ്ലിം സമുദായക്കാരുടെ മസ്ജിദുണ്ട്. അതെല്ലാം അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് പള്ളിപ്പുറം പഞ്ചായത്തിൽ കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 5 വർഷമായി വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് ശ്രീമതി രമണി അജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. അത് നല്ല ഒരു ശുഷ്കാന്തിയുള്ള ആളുകളാണ്. വാർഡ് മെമ്പർമാരെന്ന് പറഞ്ഞ് വെറുതെ മാറി നിൽക്കുകയല്ല, എല്ലാ മെമ്പർമാരും UDFൻ്റെയും LDFൻ്റെയും എല്ലാം മെമ്പർമാരെല്ലാം ഒരുമിച്ച് തന്നെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നിർവഹിച്ചിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഒരു ദീർഘകാല സ്വപ്നമായിരുന്നു മുനമ്പം കച്ചേരി മൈതാനം പരിഷ്കരിക്കുക എന്നത്. ഈ ചരിത്രം ഉറങ്ങുന്ന ഒരിടം തന്നെയാണ്, ഈ കോട്ടയുടെ പരിസരമാണ് നമ്മൾ ഈ കച്ചേരി മൈതാനം എന്ന് പറയുന്നത്. അതൊന്ന് പരിഷ്കരിക്കുക എന്നത് ഞങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു. കാരണം അതൊരു മുടിഞ്ഞമ്പലം പോലെ ആയിപ്പോയി. നല്ലൊരു മൈതാനം ഈ വൈപ്പിങ്കരയിൽ 3-4 മൈതാനങ്ങളുണ്ട്. മാലിപ്പുറം ജയഹിന്ദ് മൈതാനമുണ്ട്, അപ്പുറം സാന്റക്രൂസ് മൈതാനം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ആളുകൾക്ക് അറിവില്ലാതെ തന്നെയായി. അത് കഴിഞ്ഞാൽ ഞാറക്കൽ ജയഹിന്ദ് മൈതാനം എന്ന് പറഞ്ഞ് ചാപ്പവിളി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമുണ്ടായിരുന്നു. നായരമ്പലം കുഴൽക്കിണർ മൈതാനം ഉണ്ടായിരുന്നു. പള്ളത്താംകുളങ്ങര മൈതാനം, അവിടെയാണ് നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ 1951 വന്ന് പ്രസംഗിച്ച സ്ഥലമാണ് പള്ളത്താംകുളങ്ങര മൈതാനം. അതെവിടെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെല്ലാം നടന്നിരുന്ന ഒരിടം, നിരവധി മന്ത്രിമാർ, നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം സമാപന സമ്മേളനങ്ങൾ നടന്നിട്ടുള്ള ഒരിടമാണ് പള്ളിപ്പുറം കച്ചേരി മൈതാനം. അത് നശിഞ്ഞു കിടന്നു. അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നത് ഈ
ഭരണസമിതിയുടെ കാലത്ത് മണി അജയൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പല വകുപ്പുകളിലും പിണഞ്ഞു കിടന്നിരുന്ന അതിൻ്റെ നൂലാമാലകളെല്ലാം തീർത്ത് ഇപ്പോൾ അത് മനോഹരമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. പണി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവസാനിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ഈ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റ് വികസന പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള നല്ലൊരു പഞ്ചായത്താണ്. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. രമണി അജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. പഞ്ചായത്തിൽ ഇപ്പം നിലവിൽ 23 വാർഡാണ്. 23 വാർഡിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ 23 വാർഡും ഇനി വരാൻ പോകുന്ന 24 വാർഡുമാണ്. 23 വാർഡിൽ നമ്മൾ 56,77,00,000 സംതിങ്ങിൻ്റെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ 5 വർഷം കൊണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി MLAയുടെ വർക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ലൊരു തുക MLAയുടെ കൂടി സഹായത്തോട് നമുക്ക് ഈ പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം കുടിവെള്ളത്തിനായിരുന്നു. വടക്കൻ മേഖലയിലെ കുടിവെള്ളം ഒരുവിധം പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു ഈ 5 വർഷം കൊണ്ട്. ഇനി ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്, അതും നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് റോഡുകൾ, നമുക്കറിയാം പള്ളിപ്പുറം പഞ്ചായത്തിൽ ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും കടന്നിരുന്ന റോഡുകളെല്ലാം ഇന്ന് നമുക്ക് പരമാവധി പള്ളിപ്പുറം പഞ്ചായത്തിലെ എല്ലാ റോഡുകളും നന്നാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകൾ, LED ബൾബുകൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാ വാർഡിലും തുല്യമായി തന്നെ എല്ലാ വാർഡിലും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 500 ചില്ലറ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് പാവപ്പെട്ടവർക്ക് വീടുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 480 വീടുകളുടെ പണി പൂർത്തീകരിച്ചു, ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പള്ളിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നൊരു പഞ്ചായത്താണ്. 2 ഹാർബർ നമുക്കുണ്ട്. അതോടൊപ്പം നമുക്ക് 4 ബീച്ചുകൾ തന്നെ നമുക്കുണ്ട്. ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ചെറായി ബീച്ച് ഉൾപ്പെടെ 4 ബീച്ചുകളാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. ആ 4 ബീച്ചുകളിലും നമുക്ക് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കിന്ന് നല്ല രീതിയിൽ തന്നെ മാലിന്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ ചെന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നതോടൊപ്പം നമുക്ക് ബീച്ചുകളിലെ പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ ഈ പഞ്ചായത്ത് ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ചെയ്തിട്ടുള്ളത്. MS സ്വാമിനാഥൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 6 അംഗൻവാടികളാണ് നമ്മൾ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റിയത്. അതോടൊപ്പം അംഗൻവാടിയോടൊപ്പം തന്നെ 3 വലിയ സംരംഭങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്കായി 3 വലിയ സംരംഭം, ഉണക്കമീൻ, അതുപോലെ തന്നെ ഈ ടേസ്റ്റി കിഡ്സ് എന്നും പറഞ്ഞ് നമുക്ക് അരപ്പ് യൂണിറ്റ് എല്ലാം അതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് 5 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ 14 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കോലത്തുംകടവിലുള്ള സിദ്ധ ഡോക്ടർ ഇരിക്കുന്നതിൻ്റെ മുകളിലായി വനിതാ സംരംഭ കേന്ദ്രം നമുക്ക് പണിയാൻ സാധിച്ചിട്ടുണ്ട്. രമണി ചേച്ചി നല്ല ഇതാണ്, എല്ലാവർക്കും സഹായിയാണ്. എന്തു പറഞ്ഞാലും എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന ഒരു മെമ്പറും പ്രസിഡൻറ്റും ഒക്കെയാണ്. പിന്നെ ഈ 22-ാം വാർഡിലെ ഞങ്ങളുടെ മുത്താണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും കൂടെ നല്ല തീരുമാനത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും ഓടിയെത്തുകയും പിടിക്കുകയും റോഡിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണതും ഒക്കെ രമണി ചേച്ചി തന്നെ. വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ആർക്കും ഒന്നുമില്ല. 22-ാം വാർഡിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 3 LP സ്കൂളാണ് പഞ്ചായത്തിൻ്റെ തനതായിട്ടുള്ള സ്കൂളുകൾ. 3 LP സ്കൂളിന് നമ്മൾ എല്ലാ വർഷവും നല്ലൊരു തുക മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അവരെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ, സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും, കറണ്ടും വെള്ളവും എല്ലാം
അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 15 സ്കൂളാണ് എല്ലാം കൂടെ ഉള്ളത്. ഹൈസ്കൂളും LPSും UPSും എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ ഈ സെൻറ്റ് മേരീസ് സ്കൂളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗൗരീശ്വരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന HMS സ്കൂളാണെങ്കിലും SMHS സ്കൂളാണെങ്കിലും അതിൻ്റെ ഹയർ സെക്കൻഡറി ആണെങ്കിലും എല്ലാം നമ്മളവിടെ എല്ലാ പരിപാടികളും പഞ്ചായത്തിൻ്റേതായ പല പരിപാടികളിലും അവർ പങ്കെടുക്കാറുണ്ട്. പല പരിപാടികളും നമ്മളും അവരുമായി കൂടി നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാ വർഷവും SSLCക്ക് A+ വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ വർഷവും നമ്മൾ മെമ്മൻ്റെയും അവർക്കൊരു ചെറിയ പാരിതോഷികവും കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഹയർ സെക്കൻഡറിയെയും അതുപോലെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നമ്മൾ പഞ്ചായത്തിലെ എല്ലാ കുട്ടികളെയും, പഞ്ചായത്തിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ വിദ്യാഭ്യാസപരമായി നമ്മൾ പ്രോത്സാഹനം നൽകാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു സംഭവമാണ് നമ്മുടെ ഈ 3, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 LPS എന്ന് പറയുന്നത്. അതിലേറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്, പള്ളിപ്പുറം LPSലാണ്. അപ്പോൾ കുട്ടികൾ ഇന്ന് പഠിച്ചു വരുമ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ അവർക്ക് ഹെൽത്തിയായ അവർക്ക് കളിച്ചും അവരെ ബ്രെയിനിൻ്റെ ഇത് വികസിപ്പിച്ചും വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിൽ തന്നെ നമ്മുടെ സ്കൂളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മുടെ പഞ്ചായത്തിലെ ഈ LP സ്കൂളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെൽത്തി കിഡ്സ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മുഴുവൻ പഞ്ചായത്താണ്. റൂം തിരിച്ചതും അതിൻ്റെ മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പഞ്ചായത്താണ്. മറ്റേ ഹെൽത്തി കിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൂടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ കുട്ടികൾ കളിച്ചു വളരുവാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. ഇവിടെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് നമുക്ക് സ്കൂളിന് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഏരിയ കൂടുതലുള്ളൊരു സ്കൂളാണിത്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ക്ലീനിങ്ങും ഭാഗമായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ്, എപ്പോഴും നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട പ്രശ്നങ്ങൾ വരാറുണ്ട്. പഞ്ചായത്താണ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യണതും കാര്യങ്ങളും. അതുകൂടാതെ ഹെൽത്തി കിഡ്സിൻ്റെ ക്ലാസ് റൂമൊക്കെ ഉണ്ട് ഇവിടെ ഒരു സ്കൂളിൽ പോലും ഇത്രയും സൗകര്യങ്ങളുള്ളൊരു സ്കൂള് ഇവിടെ വേറെ ഇല്ല. പഞ്ചായത്തിൻ്റെ ഹെൽപ്പാണ് ഇതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ. ഇത് നമ്മുടെ കച്ചേരിപ്പടി മൈതാനമാണ്. നമുക്കറിയാം, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പേര് വന്നിരിക്കുകയും ഇവിടെ ഫുട്ബോളും മറ്റേ എല്ലാവിധ കളികളും നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ സുനാമിക്ക് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഡിസാസ്റ്ററിൻ്റെ കുറേ കെട്ടിടങ്ങൾ പണിത് പട്ടിയും അതുപോലെ തന്നെ ഇല്ലാത്ത മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ. ക്ഷുദ്രജീവികളും എല്ലാം വന്ന് കിടന്ന് ആ കെട്ടിടങ്ങളിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. ജനങ്ങൾക്ക് പള്ളിയിൽ പോകാനും ആശുപത്രിയിലേക്ക് പോകാനും പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ MLA നമുക്ക് 1,15 ലക്ഷം രൂപ ഇവിടെ പാസ്സാക്കി തന്നത്. അത് തന്നെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പ്രവർത്തനം അതിന് പിന്നിൽ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റുവാനും 10 വർഷത്തോളമായി ഞാൻ ഈ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ജീവിതം തന്നെ മാറ്റി വെച്ച രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും ഇത് എത്തിക്കാൻ സാധിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ യുവതലമുറ നാടിനും കുടുംബത്തിനും എല്ലാം നട്ടെല്ലായി വളരേണ്ട യുവതലമുറ ലഹരിയിലേക്കും അതോടൊപ്പം തന്നെ മൊബൈലിൽ അടിമപ്പെട്ടും പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് കളിക്കാനൊരിടമില്ല, അവർക്ക്
ഇരുന്ന് സംസാരിക്കാനും കളിക്കാനും ഒരിടമില്ലാത്തതിൻ്റെ പേരിലാണ് അവർ മറ്റുള്ള പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ മൈതാനം ഒരു കളിക്കളമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ നമുക്കിപ്പുറത്ത് ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് നമുക്ക് സെവൻസ് കളിക്കാനുള്ള ഒരു കളിസ്ഥലമാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ്, ചെറിയ ചെറിയ പരിപാടികളെല്ലാം നടത്തുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ സ്റ്റേജും നമുക്കിത് ഇതോടൊപ്പം തന്നെ ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് വരുന്നു. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കേരളോത്സവം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ സ്കൂളുകളിൽ കായികപരമായും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ പിന്നെ അവരുടെ ആ ഒരു ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വേറൊരു വഴിയില്ലാത്തതിൻ്റെ പേരിലാണ് സർക്കാർ കേരളോത്സവം എന്നൊരു പരിപാടി യൂത്തുകൾക്ക് വേണ്ടി 18 വയസ്സിൻ്റെയും അതോടൊപ്പം 45 വയസ്സിൻ്റെയും ഇടയിലുള്ള യുവ തലമുറയ്ക്ക് വേണ്ടി കേരളോത്സവം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാലും ഭംഗിയായിട്ട് നമുക്ക് ഈ 5 വർഷവും നടത്താൻ സാധിച്ചു. ആദ്യത്തെ വർഷം നമുക്ക് കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചില്ല, ബ്ലോക്കിൽ നടത്താൻ സാധിച്ചില്ല. പിന്നെ ഉള്ള 3 വർഷം, ഇപ്പോൾ 4ാമത്തെ വർഷം ഈ വർഷം നമ്മൾ കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷവും വൈപ്പിൻ ബ്ലോക്കിൽ ഫസ്റ്റ് വാങ്ങിക്കാനും നമുക്ക് സാധിച്ചു. നമ്മുടെ പഞ്ചായത്താണ് ഓവറോൾ ട്രോഫി ആണ് കിട്ടിയത്. അപ്പം അതും ഈ അവസരത്തിൽ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് വളരെ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് ഈ മാലിന്യവും അതോടൊപ്പം കാർബണിൻ്റെ ഒരു പ്രശ്നവുമെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാർ നിലവിൽ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കണമെന്ന് ഒരാശയം സർക്കാരിൻ്റെ രീതിയിൽ മുന്നോട്ട് വച്ചതും എല്ലാ പഞ്ചായത്തും അത് ചെയ്യണമെന്ന് ഉള്ള ഒരു സർക്കാർ ഉത്തരവ് വന്നതുമല്ല. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ മുസീസ് ബീച്ചിൽ നമ്മളൊരു പച്ചത്തുരുത്ത് നിർമ്മിക്കുകയുണ്ടായി. അതിന് നമുക്ക് ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം വാങ്ങിക്കാൻ നമുക്ക് സാധിച്ചു പച്ചത്തുരുത്തിന്. അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് 2ാം സ്ഥാനം നേടാനായിട്ട് നമുക്ക് സംസ്ഥാനത്ത് തന്നെ 2ാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചു. അതെല്ലാം നമുക്ക് ഈ ഒരു 5 വർഷത്തെ അഭിമാനകരമായ നേട്ടങ്ങളാണ്. പള്ളിപ്പുറം പഞ്ചായത്തിൽ നമുക്കൊരു 450ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. നമുക്കറിയാം, ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനം നടത്തുന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തോടുകളാണ്. തോട് വെട്ടി അവർ ക്ലീൻ ചെയ്ത് തോട്ടിൽ കിടക്കുന്ന എല്ലാ അഴുക്കുകളും മാറ്റി നീരൊഴുക്ക് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും. നമുക്കറിയാം, നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്താണ് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം തരിശുരഹിത പഞ്ചായത്താക്കാൻ വേണ്ടി MLA തീരുമാനിച്ച് തന്നത്. അതനുസരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് എല്ലാ തരിശായി കിടക്കുന്ന ഭൂമിയിലെയും വേസ്റ്റുകളെല്ലാം മാറ്റി പുല്ലെല്ലാം പറിച്ച് അവരവിടെ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ 5 വർഷത്തെ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് പച്ചക്കറി കൃഷിക്ക് തന്നെയാണ്. പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് പല രോഗങ്ങളും, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇതര സംസ്ഥാനത്ത് നിന്നും വിഷാംശമുള്ള പച്ചക്കറി വാങ്ങിച്ച് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും പ്ലാസ്റ്റിക്കിൻ്റെയും എല്ലാം കൂടെയാണ് നമുക്ക് ഈ ക്യാൻസർ രോഗം പിടിപെടുന്നത്. നമ്മൾ പല പഠനങ്ങളും തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ തനതായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 1 കോടി ഫലവൃക്ഷത്തൈ എന്ന പദ്ധതിയിലൂടെ പല വീടുകളിലും നമുക്ക് പച്ചക്കറി തൈ അല്ലാതെ തന്നെ നമുക്ക് മറ്റുള്ള മരങ്ങളും വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ പള്ളിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ 22ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഇതുപോലുള്ള പ്രദേശങ്ങളെല്ലാം അവർ നിലം ഒരുക്കി പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് തനതായ ഒരു ജൈവ പച്ചക്കറി കഴിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നാളായി ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കാം. 5 കൊല്ലം ഞങ്ങൾ വാടകയ്ക്ക് പോയി. പിന്നെ മെമ്പർ വഴിയായിട്ട്, പ്രസിഡന്റ് വഴിയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യപ്പെട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ സാധിച്ചു കിട്ടിയതാണ്. ലൈഫ് നിർമ്മാണ പദ്ധതിയിൽ നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്ത് 515 വീടുകളാണ് നമുക്ക് നൽകാൻ സാധിച്ചത്. അതിൽ
480 വീടോളം പൂർത്തീകരിച്ചു. ബാക്കിയുള്ളത് പൂർത്തീകരിക്കുന്ന ഓരോ ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ഭരണസമിതി കാലാവധി കഴിയുന്നതിന് മുമ്പ് അത് മുഴുവനും പൂർത്തീകരിക്കുന്നു തന്നെയാണ് പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ 22-ാം വാർഡിൽ നമ്മൾ ഒരു 8ഓളം വീടുകൾ നമുക്ക് ലൈഫുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇതും കൂടെ നമുക്കൊരു 20ഓളം വീടുകൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എല്ലാം കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യിപ്പിക്കാനും കൃത്യമായി പാവപ്പെട്ടവർക്ക് തന്നെ അർഹരായവരുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്.